നിങ്ങൾ എന്ന് വിചാരിച്ചിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിലെ ഇത്ര വലിയ മാറ്റം വരാൻ പോകുന്നതാണ് ഇപ്പോൾ. തുലാം രാശിയിലെ നിങ്ങൾ കേൾക്കുക, കാരണം ഈ മുഹൂർത്തം അവിശ്വാസ്യമായ ശക്തിയോടെ നിങ്ങളെ വിളിച്ചു കൂളാൻ പോകുന്നു. നിങ്ങൾ നന്നായി അറിയാം നിങ്ങളുടെ വായ്പയിലെ വായുവിന്റെ അപുഷ്ടി, നിങ്ങളുടെ ബുദ്ധിയുടെ പ്രകാശം. എന്നിരുന്നാലും എവിടെയോ വെളിമുടിയിലുള്ള ഈ ആത്മീയ ശേഷി നിങ്ങൾ മറന്നിരിക്കുന്നു. ഇന്ന് ഈ നിമിഷത്തിൽ വിശ്വാസ്യമാത്രമല്ല, കഠിനമായ സത്യം നിങ്ങൾക്ക് അറിയിക്കാൻ വരുന്നതാണ്. ആരോ നിങ്ങൾക്കെതിരെ കളി കളിക്കുന്നു. അത് നിങ്ങളുടെ സ്വർഗത്തിലെ കൊട്ടാരത്തിലെ വിലാസവാരിയിലായിരിക്കാം, അത് നിങ്ങളുടെ കച്ചവടത്തിലെ കൂട്ടാളിയായിരിക്കാം, അത് ഈ സമയത്തെ അതിമാനുഷിക സ്വഭാവത്തിലെ ചേരുത്തായിരിക്കാം. എന്നാലിരുന്നാലും ഇത് നിങ്ങളുടെ കർമ്മത്തിന്റെ കൂവാരത്തിൽ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ ജന്മാവധി നക്ഷത്രത്തിന്റെ അസൂയയിൽ നിന്നാണ്. തുലാം രാശിയുടെ എന്ന നാമത്തിനെ വെറുതെ നൽകിയിട്ടല്ല. നിങ്ങൾ തുലനിയാണ്, സാധാരണക്കാരനിലും കൂടുതൽ സംവേദനശീലരാണ്. നിങ്ങൾ നീതിയുടെ അന്ധവിരലുകളിൽ നിന്നാണ് ജനിച്ചത്. എന്നാൽ ഈ നീതിയുടെ ബോധം, ഈ സന്തുലിതതയുടെ അനുഭവം, ഇത് നിങ്ങളെ അന്ധനാക്കിയെന്നിരിക്കാം. ചിലരെ കെട്ടിനിരത്തുന്ന കണ്ണുകൾ ചിലരെ ചതിപ്പിക്കാൻ പ്രയോഗിച്ചിരിക്കാം. നിങ്ങൾ വിശ്വാസ്യരാണെന്നായാണോ കഠിനമായ സത്യം? കുറ്റം നിങ്ങളുടെ നല്ല പേരിലെയാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പോരാണ് വിലാപമാകുന്നത്. ഇത് ഇപ്പോഴാണോ തെളിയുന്നത്? അതുതന്നെയാണ് സമയം. നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം, കഴിഞ്ഞ ആഴ്ചകളിൽ ഏതോ നിസ്സാരമായ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയങ്ങൾ വരാൻ തുടങ്ങിയത്. ഏതോ സമാധാനശൂന്യത നിങ്ങളുടെ വീട്ടിലെ കോണിലെ നിലവിലായിരിക്കാം, നിങ്ങളുടെ വ്യാപാരത്തിലെ അപ്രതീക്ഷിത നഷ്ടം. നിങ്ങളുടെ പരിചരണം ചെയ്യുന്ന വിശ്വാസപ്പെട്ടവരിൽ നിന്നാണോ ഈ അനീതിയുടെ നിരർത്ഥത വരുന്നത്? ഇത് ദൈവത്തിന്റെ വിരലിലെ നീങ്ങുക അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഗ്രഹങ്ങളുടെ വിരോധം? നിശ്ചിത്തം ഇത് രണ്ടുമാണ്. ദേവഗുരു ബൃഹസ്പതി നിങ്ങളുടെ ഭാവത്തിലെ ഈ സമയത്ത് അത്യന്തം ശ്ലാഘ്യമായ സ്ഥാനത്ത് നിൽക്കാൻ പോകുന്നുണ്ട്. എന്നാൽ വേണ്ടാത്ത വായ്പാന്ത കൃതികൃത്യതയോടെ ഗുരുനാഥൻ നിങ്ങളെ ചോദ്യചിഹ്നത്തിലാക്കി വച്ചിരിക്കുന്നു. നിങ്ങളുടെ വ്യവസായത്തിൽ, നിങ്ങളുടെ വിദ്യകളിൽ, നിങ്ങളുടെ ആവിഷ്കാരത്തിൽ ഗുരു നിങ്ങളെ വിക്ഷേപണ ചെയ്യാൻ പോകുന്നു. നിങ്ങൾ വിജയത്തിന്റെ നെടുംകഥ കൂടെ എന്നെത്തി നിങ്ങൾക്കൊരു പ്രതിരോധാർത്ഥമായ സ്വാതന്ത്ര്യത്തെ സങ്കലനമാക്കി വയ്ക്കേണ്ടത് വരുന്നു. എന്നാൽ ഗുരു നിങ്ങളെ കലിഞ്ഞ വീങ്ങിലെ ഫലം മാത്രം കൊടുത്തിരിക്കുന്നു. ശനി കഠിനനീതിയുടെ പ്രതിനിധി, പാപി വൈതരണത്തിന്റെ ഭാര്യയായ ശരീരത്തോടെ നിങ്ങളുടെ വിഭവത്തെയും നിങ്ങളുടെ വിതരണത്തെയും പരീക്ഷിക്കാൻ വരുന്നു. എന്നിരുന്നാലും ശനി കഠിനരീതിയാണെങ്കിലും ശനി നീതിയാണ്, അന്ധമായ ശാപമല്ല. ഈ കഠിനകാലം നിങ്ങൾ അനുഭവിക്കുന്നത് ഇത് നിങ്ങളുടെ കർമ്മത്തെ നിരുപദ്ധരിപ്പിക്കും, നിങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിനെ കൂടുതലായി നോക്കി നിർത്തും. ശനി നിങ്ങളെ ശിക്ഷിക്കുന്നതുപോലെ തോന്നിയാലും ശനി യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഗുരുവിന്റെ ഭൂമിക അഭിനയിക്കുന്നു. രാഹു നിങ്ങളുടെ മനസ്സിനെ അപ്പഹരിച്ചു വെച്ചേക്കാം, നിങ്ങളുടെ ദൃഷ്ടികളെ വിപര്യാസമാക്കി വെച്ചേക്കാം. തുലാം രാശിയിൽ രാഹു നിങ്ങളുടെ സാധാരണ ബുദ്ധിയെ കിന്നതായ സ്ഥാപനമാകുന്നതുകൊണ്ട് നിങ്ങൾ കോൺ വ്യക്തിത്വമുള്ള മനുഷ്യരായി പരിണമിച്ചു വരുന്നു. നിങ്ങൾ എന്നെത്തി നിങ്ങളും നിങ്ങളിലെ സത്തയും വ്യത്യസ്ത രീതിയിലെ ദ്വന്ദ്വത്തിലേക്കും ജീവിച്ചേക്കാം. എന്നാൽ കേതു നിങ്ങളുടെ ആത്മാവിന്റെ മുക്തിയെ വിളിച്ച് അലയർത്തുന്നു. കേതു നിങ്ങളെ നിങ്ങളുടെ വിഗത പരിചരണത്തിൽ നിന്നു തിരിച്ച് നോക്കി നിർത്തേണ്ടത് വരുന്നു. ഈ ഗ്രഹങ്ങളുടെ സങ്കലനത്തിൽ നിങ്ങൾ ആരോ നിങ്ങൾക്കെതിരെ കളി കളിക്കുന്നത് അറിയാൻ വരുന്നു. പക്ഷേ ഈ കളിയുടെ കളിപ്പായിരിക്കും നിങ്ങളുടെ ചേരുത്ത് വിശ്വാസത്തെ പരിശുദ്ധമാക്കിത്തോളൂ. നിങ്ങളുടെ ആത്മീയ യാത്ര തുടങ്ങുന്നത് കഷ്ടതയ്ക്കിരവിൽ നിന്നാണ്, കിന്തു അത് നിങ്ങളുടെ മൃത്യുവിലെ പുനർജന്മമാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഈ അനീതി, ഈ വിപ്ലവം, ഈ സമ്പൃച്ഛേദം കേവലം നിങ്ങളുടെ നഷ്ടമല്ല, നിങ്ങളുടെ പരിവർത്തനത്തിന്റെ വാതി കൂടിയാണ്. നിങ്ങൾ കഠിനമായ കാലം. നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷത്തിലെ കലയുടെ കളികൾ തകർത്തെഴുതാനുള്ള ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. തുലാം രാശിയിലെ ഓരോ സ്വർണ്ണധരിതന്റെയും ഈ പരിശോധനയുടെ സമയത്ത് ആത്മരക്ഷ ഏറ്റവും പ്രധാനമായ കർത്തവ്യമാണ്. എന്നാൽ ഈ സംഘർഷണത്തിൽ നിങ്ങൾ ഏകനായിരിക്കില്ല. നാരായണ പരമാത്മന്റെ അനന്തകരുണയും നക്ഷത്രങ്ങളുടെ പ്രാചീന ജ്ഞാനവും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആത്മരക്ഷയ്ക്കും പരിശുദ്ധിക്കുമുള്ള വ്യക്തിഗത മന്ത്രാരാധന ഏകദേശം തുലാരാശിയിലെ നിങ്ങളുടെ നിയോജകരാശിയായ വൃശ്ചികരാശിയിലെ കർത്തവ്യങ്ങളോട് പരിപൂർണമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെള്ളിപ്പും വെള്ളിയാഴ്ചയും പ്രത്യേകം ശേഷിച്ചു വയ്ക്കണം. ഈ ദിവസത്തിൽ നിങ്ങൾ ക്ഷമയും ധൈര്യവും കാത്തിരുന്നുകൊണ്ട് നിന്ദ്യരായ ആളുകളെ എതിരെ നിൽക്കരുത്. പകരം ഹനുമാനയിലെ സർവത്ര പരിരക്ഷകമായ ദ്രവ്യത്തെ ധ്യാനം ചെയ്യുക. ഓരോ രാവിലെയും സൂര്യനെ വെള്ളിയാഴ്ചയിൽ കൂടെ നിന്നുകൊണ്ട് നമസ്കരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അത്യന്തം പ്രബലവും സുരക്ഷിതവുമാകും. നിങ്ങളുടെ പ്രാർത്ഥന ശക്തിയാണ്, നിങ്ങളുടെ സത്യസന്ധതയാണ് നിങ്ങളുടെ വാരണം. ദേവാലയത്തിൽ ആരും വിനയപൂർവ്വം നിന്നതിനു ശേഷം നിങ്ങൾ പ്രതിദിനം കുറഞ്ഞത് 2 നിമിഷം ധ്യാനം നടത്തണം. പ്രാചീന സിദ്ധാന്തങ്ങൾ പ്രതിപാദിക്കുന്നത് ധ്യാനത്തിന്റെ സമയത്ത് നിങ്ങളുടെ പ്രത്യക്ഷതാ തിരഞ്ഞെടുപ്പ് പത്തിരത്തയിലെ അലമോലികളെ പോലെ കണ്ടെത്തപ്പെടും. അതിനാൽ കോപത്തിലൂടെ കൽപ്പന ചെയ്യരുത്. പകരം ആത്മാന്തരിക്ഷയാം കാത്തിരിക്കുന്ന സമയത്തിൽ നിങ്ങൾ സമാധാനപൂർവ്വം കായികമായി സ്ഥിരത കാണിക്കുക. ജാതകത്തിന്റെ കാരണങ്ങളെ സംബന്ധിച്ച്
നിങ്ങളുടെ പ്രതിരോധ്യതയുടെ വിരുദ്ധ പരാമർശങ്ങൾ ഉചിതമായ പ്രതിബന്ധനത്തിനു വേണ്ടി വന്ന പ്രാചീന സമയ സാക്ഷ്യത്തിൽ ഒലിച്ചുപോകുന്നതായി കാണുന്നു. ചില സ്വർഗീയ നിയമങ്ങൾ നിങ്ങളുടെ പരിരക്ഷയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം തുലാരാശിയിലെ ആളുകൾ അന്തർഭാവിത്വത്തിന്റെയും ബാഹ്യ സംരക്ഷണത്തിന്റെയും ഈ നിരന്തരമായ സമതോലനത്തിൽ കർമാണ്ഡമായി നിയന്ത്രിതരാണ്. നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധത സംരക്ഷിക്കുന്നതിന് ദിവ്യ സംരക്ഷണയെ അനുവാദിത്വം നൽകുക. ദൈനിക ജീവനത്തിൽ നിങ്ങൾ പ്രമാദരഹിതമായി പ്രവർത്തിക്കണം. എന്നാൽ ഇത്തരം കാലങ്ങളിൽ അത്യന്തം ശ്രദ്ധയും സൂക്ഷ്മതയും ഫലപ്രദമാകും. നിങ്ങളുടെ ധനരൂപങ്ങൾ പരിരക്ഷിക്കാൻ വെള്ളിയാഴ്ചയിൽ പരിരമിക്കുന്നതിന് 3 തിരിച്ചെടുപ്പ് കാര്യങ്ങൾ ഓരോ ആഴ്ചയിലും കരുതിവയ്ക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങളുടെ സ്വർണത്തെ പരമാർത്ഥതയാൽ സംരക്ഷിക്കുക. ഇത് ജ്യോതിഷ്യാത്മകമായി നിരീക്ഷിക്കപ്പെട്ട ഒരു വിരോധ പരിഹാരമാണ്. ബാഹ്യ സമ്പദ് വ്യവസ്ഥകളിൽ നിങ്ങൾ ഏകദേശം പരിശ്രമപാഠവും സ്ഥിരതയും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. തുലാരാശിയിലെ നിങ്ങളുടെ കാര്യങ്ങൾ അത്യന്തം സമയോചിതമാകുന്നു. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ ശുദ്ധവും നിയോജകസംബന്ധിതവുമാണെങ്കിൽ കേവലം ഭൂതലത്തിന്റെ സോപാധിക വ്യവസ്ഥകൾ കണക്കിലെടുത്ത് പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ സ്ഫടിക പ്രഭാവിതരാകും. കർമാത്മകത്രണാണ് സംഘർഷണത്തിലെ അനന്തസമ്പദ് പാഠങ്ങൾ നിങ്ങളുടെ വ്യക്തിപ്രകാശത്തെ ഉയർത്തുന്നു. പ്രാചീന പാഠങ്ങളെ വികാരമായി സ്വീകരിച്ചത് നിങ്ങൾ ഭാവിഷ്യത്തിന്റെ സന്നിധാനത്തിൽ കാണപ്പെടും. ദേവാലയത്തിൽ വിളിച്ച് കർത്തൃത്വം അമിതപ്രവർത്തത്വത്തെ നിയന്ത്രിച്ച് നിങ്ങൾ നിങ്ങളുടെ തന്ത്രരൂപാന്തരങ്ങൾ ആചിത്യസാധനങ്ങൾ നിരീക്ഷിക്കുന്നതിനേക്കാൾ വെച്ച് സ്ഥിരത പ്രകടിപ്പിക്കുന്നതിൽ വിജയമാകും. നിങ്ങളുടെ അഭ്യന്തരീണ ശക്തിയെ വിശ്വാസ് നൽകുന്നതിനെക്കുറിച്ച് ജാതകത്തിൽ വിപ്ലവകാരിയായ സ്വതന്ത്ര ഊർജാവബോധ വായന നടത്തുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ വ്യാപാരിക ക്ഷേത്രത്തിലെ സാമാന്യ സാഫല്യത്തെ സംബന്ധിച്ച് പ്രതിക്രിയ നടത്തിയേ ശരി. ഈ അരനാൽ ത്രയോദശ ദിവസ കാലാവധിയിൽ നിങ്ങളുടെ വ്യാപാരിക പ്രയത്നങ്ങൾ പ്രത്യേകമായും സ്വാതന്ത്ര്യപ്രാപ്തയായും അനുഭവിക്കപ്പെടും. നിങ്ങളുടെ കർമ്മഭൂമിയിൽ പ്രത്യേകമായി മെയ് 25-നും മെയ് 28-നും ഇടയിൽ നിങ്ങൾ നിരന്തരമായ സമൃദ്ധി അനുഭവിക്കാൻ പാടുള്ളവരാകും. നിങ്ങളുടെ ആത്മാഭിമാനത്തെ സ്പൃശിച്ചു വരുന്ന സമ്പദ്വ്യവസ്ഥകൾ സ്ഥിരമായി ഉയർത്തേണ്ടതാണ്. നിങ്ങളുടെ കാര്യസ്ഥലത്തിൽ നിങ്ങൾ ഏകദേശം സമയോചിതമായ ഫലപ്രദ ദൃഷ്ടികോണ് പ്രകടിപ്പിക്കേണ്ടതാണ്. സ്ഥാവരാവസ്ഥയെ സൂചിപ്പിക്കുന്ന ഭാവങ്ങളെ ക്രിയാത്മകമായി ഘോഷിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥല കേട്ടാൻ പ്രപ്രവ് തുലാം രാശികളെ, നിങ്ങളുടെ പ്രേമജീവനം ഇപ്പോൾ ഒരു വിപരീത മാറ്റത്തിലൂടെ കടന്നുപോകാൻ പോകുന്നു. സ്ത്രീലിംഗം, പുരുഷലിംഗം, വിവാഹിതം, വിവാഹിതരല്ലാത്തവർ എല്ലാവരെയും ഈ സംക്ഷോഭം സ്പർശിക്കും. കാരണം ശുക്രൻ, നിങ്ങളുടെ പ്രേമദേവിയായ ശുക്രൻ ഇപ്പോൾ ഒരു ശക്തിശാലിയായ സ്ഥാനത്തിൽ കയറിയിരിക്കുന്നു. നിങ്ങളുടെ ഇതിഹാസത്തിൽ ഇത്ര വലിയ പ്രേമസംഭ്രമം വലതുകാലിൽ 20 വർഷമായി വരാനുണ്ടായിരുന്നില്ല. ഈ മാസത്തിലെ ആദ്യ 14 ദിവസത്തിനിടയിൽ ഭരണികേതുവിന്റെ പ്രഭാവം നിങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണരൂപേണ പരിവർത്തനം ചെയ്യും. ഇത് ഒരു സാധാരണ പ്രേമാന്വേഷണം അല്ല, ഇത് നിങ്ങളുടെ വിധി പരിവർത്തനത്തിന്റെ കാലം. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസം ധരിച്ച നിരാശ, അന്തംവേദന, പ്രേമത്തിൽ സംശയ അനുഭവിച്ചിരിക്കും. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ പ്രിയം കുറച്ച് അകലെ അനുഭവപ്പെട്ടിരിക്കും. സാധാരണ വാത്സല്യം തന്നെ ഗന്ധം വ്യത്യസ്തമായി തോന്നിരിക്കും. എന്നാൽ ഇന്നു തുടങ്ങിയ ഈ 14 ദിവസം എല്ലാത്തിനും മറുപടി ലഭിക്കാൻ പോകുന്നു. ശുക്രനും ചന്ദ്രനും കൂടിക്കലരുന്നപ്പോൾ നിങ്ങളുടെ ഭാവനാശക്തി സോത്യാതീതമാകും. അവരെ വീണ്ടും ബോധിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ഈ നിമിഷമാണ് അത്. കഠോരമായ കത്തിനൊരെതിരെ ഹൃദയം സൂക്ഷ്മമായി സംസാരിക്കും. മിഥ്യാഭാഷ അപ്രയോജ്യം. സത്യം മാത്രം നിങ്ങളെ രക്ഷിക്കും. പ്രേമത്തിന്റെ പ്രതിതലത്ത് കെട്ടിയ വിശ്വാസത്തെ വീണ്ടും നന്നാക്കണമെങ്കിൽ വാക്കുകളിലും പ്രവൃത്തിയിലും ആത്മരതി നൽകുക. ഇന്നു മുതൽ 28-ാം തീയതി വരെ നിങ്ങൾ പ്രേമനാണത്തെ വലിച്ചുകൊണ്ടു നിരന്തരം മുന്നോട്ടാണെന്ന് നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. അത് ഓഹയ ശിലോചിന്ന ബലപ്രയോഗം അല്ലാണ്, ഇത് സ്ത്യാത സത്യതയുടെ പ്രവേശനദ്വാരം. നിങ്ങളെ സാധാരണ കാഴ്ചയിൽ നിന്നു ഉത്തോളിത ദൃഷ്ടിയിലേക്ക് മാറ്റിവിടും. നിങ്ങളുടെ പ്രിയതമരെ കഴിഞ്ഞ കാലത്ത് കണ്ടതുപോലെ കാണാനാണ് പെരുമ്പാലും അത്ഭുതാഞ്ജലിപ്പെടുന്നത്. നിങ്ങളെ തന്നെ ആയിരുന്ന നാളുകളിലേക്ക് പ്രയാണം ഈ 14 ദിവസം. വിവാഹ സംബന്ധങ്ങളിലെ തുലാം രാശികൾ 14-ാം ദിവസത്തെ ഉദ്ഗാരത്തിനു ശേഷം കാര്യമായ പരിവർത്തനം കാണും. നിങ്ങളുടെ ജീവന്റെ സാധി നിങ്ങളെ മാനവികമായി സ്വീകരിക്കാൻ ആരംഭിക്കും. വ്യത്യസ്ത പ്രേരണ, പരിവർത്തിത ആത്മാഭിമാനം, വീണ്ടെടുത്ത വിശ്വാസം ഈ സമയത്ത് പ്രതിഫലിച്ചേക്കും. എന്നാൽ ഇത് തരംതിരിവ് ആവശ്യപ്പെടും. സത്യതയോടെയും ഉചിതാനുകൂലതയോടെയും സമീപിക്കണം. വിവാഹേതര സഞ്ചയത്തിലായിരുന്ന തുലാം കന്നിമാരെ നിങ്ങളുടെ ഭാവ്യപ്രിയനിൽ നിന്നും ഇതിഹാസ പ്രണയത്തിന്റെ പ്രത്യാശ കാണുവാൻ കഴിയും. നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ മേന്തൽ ബുദ്ധി, നിങ്ങളുടെ ഭാവിക സ്വപ്നം ഈ മാസത്തിൽ നിയന്ത്രണത്തിനു വിധേയമാകും. നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതിന്റെ സന്ധിയിലായിരിക്കും. ഏത് ദിശയിലാണ് നിങ്ങളുടെ ഹൃദയത്തെ ഊർജ്ജവഹിക്കേണ്ടത് എന്ന ചോദ്യം ഇത്തവണ ഉത്തരിതമാകും. ഏതാണ് ശരിയായ നിർണയം, ഏതാണ് നുർമായ അഭിലാഷ്, ഈ ബോധാത്മകത ജീവനിൽ വരാൻ പോകുന്നു. കൂടുതൽ കാരണം നിങ്ങളുടെ രാശിയിലെ സ്ത്രീ തുലാംകന്നിമാരോ നിങ്ങളെ ദദിനന്റെ ബാഹ്യരൂപം മാത്രമായിരുന്ന ഈ കാലം അതിക്രമിച്ച് വർത്തിക്കാൻ പോകുന്നു. നിങ്ങൾ നിങ്ങളെ ആവിഷ്കരിച്ച ഹൃദയത്തെ തുറന്നുകാട്ടാൻ പോകുന്നു. ആത്മപ്രസ്തുതി, ആപ്താസ്വീകരണം.
സ്ത്യാത ബാലിതയുടെ ഗ്രാഹ്യം ഇപ്പോൾ പ്രയോജ്യമാകും. ഇതാണ് പ്രേമത്തിന്റെ നിത്യസ്ത്യോദിഷ്ടം. പുരുഷ തുലാം രാശികൾക്കോ നിങ്ങളുടെ ജീവന്റെ സതിയോ പ്രിയോ നിങ്ങളെ വീണ്ടും സ്നേഹമായി കാണാൻ ആരംഭിക്കും. അവരോ നിങ്ങൾ കുറച്ചു കാലം ഒഴിവാക്കിയ അനുരാഗത്തെ സൃഷ്ടിക്കും. കോമളത്വം നിങ്ങളുടെ ഭാഷയിൽ ഓടിത്തിരിയും. കാരണം ശുക്രൻ ഞെരുക്കുന്ന വീരത്വം ഏതെങ്കിലും പ്രാഷ്ടുകം കഴിയില്ല. പ്രേമം തന്നെയായിരിക്കും സ്വരൂപത്തിൽ. നിങ്ങൾ അത് കിളിവാണ് വച്ച ജാലകത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നു. എന്നാൽ പ്രേമം അത്ര ഇളകിയ വിഷയമല്ല നിങ്ങളുടെ ജീവനത്തിൽ. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ബലം, നിങ്ങളുടെ ആരോഗ്യ ഇതും ഈ കാലത്ത് പരിവർത്തനത്തിന് കീഴെയായിരിക്കും. ഇന്നു തുടങ്ങിയ 28-ാം തീയതി വരെ നിങ്ങളെ കൂടുതൽ ഊർജ്ജഷണ്ടാതം ബോധിക്കും. ഉറക്കം കുറയുവാൻ പോകുന്നു. ദലവേദന, ചെറിയ അസ്വസ്ഥതകൾ കാണുവാൻ പോകുന്നു. കാരണം നിങ്ങളുടെ മനസ്തബ്ധമായിരിക്കും. ഗ്രാഹിക ചിന്തകൾ, അനിഷ്ട സ്വപ്നങ്ങൾ നിങ്ങളെ രാത്രിയിൽ ഉയർത്തി